I am very lucky to get her. എനിക്ക് എന്താ പറയാ മിക്കവാറും പണി വെക്കാറുള്ളത് പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ്. എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ സീക്രട്സ് ആണെങ്കിലും ഒക്കെ സൂക്ഷിച്ചോളും. ഇവളുടെയാണ് എന്റെ കയ്യിൽ നിന്ന് പോവാറുള്ളത്. ഇവൾ അതേപടി വിശ്വസിച്ച് എന്റെ അടുത്ത് പറയും, ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് അതൊക്കെ എന്റെ വായിന്ന് പോവുകയും ചെയ്യും. പിന്നെ എന്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയില്ല. വീട്ടിലാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി വണ്ടയിലൊക്കെയാണ് വഴക്കിടുമ്പോ. പക്ഷെ അഭിരാമിക്ക് ഒരു ടാലന്റ് ഉണ്ടല്ലേ? കാരണം തമിഴിന് പറ്റുന്ന ഒരാളാണോ? എനിക്ക് തോന്നുന്നു ഇവൾക്ക് കൊറേ കാര്യങ്ങളില് കുറച്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. കമ്പോസ് ചെയ്യാനാണെങ്കിലും ഈ അഭിരാമിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരു തൊണ്ട് കൊണ്ടിട്ട് പോകും അല്ലേ? ഒന്ന് കമ്പോസ് ചെയ്യും, ഒന്ന് ലിറിക്സ് എഴുതും, പയറ്റും. പക്ഷെ ഒന്നിലൊരു ഏകാഗ്രത ഇല്ലാതെ പോകുന്നുണ്ടോ എന്നൊരു ആശങ്ക എനിക്കൊരു സംശയമുണ്ട്. നോക്കട്ടെ, ഒരാൾ വരട്ടത്. അഭിരാമിനോട് ചോദിക്കാനുള്ളതാണെങ്കിൽ എല്ലാവർക്കും അറിയാം, അഭിരാമി നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ഹോസ്റ്റ് ചെയ്യണം, നല്ലോണം ഹോസ്റ്റ് ചെയ്യും പ്രോഗ്രാംസും ഷോസൊക്കെ. അറ്റ് ദ സെയിം ടൈം യു ആർ എ ഗുഡ് മോഡൽ ഓൾസോ. ഇപ്പം ഈ 3 ഫീൽഡ് അല്ലെങ്കിൽ കുറച്ച് ഫീൽഡിൽ ഏതാണ് കുറച്ചും കൂടി എൻജോയ് ചെയ്യണത്? എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടാവും, എന്നാലും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്ത് എലമെൻറ്റിലാണ് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളത്. ദാറ്റ്സ് ഓൾ. റാൽഫി ചേട്ടനെ കുറിച്ച് ആദ്യം തന്നെ പറയട്ടെ. പുള്ളി ഇവക്കൊരു സ്വന്തം ചേട്ടനമാരി നമ്മുടെ വീട്ടിലൊരു ഫാമിലി മെമ്പറാണ്. ഞങ്ങളുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. മറ്റേ അഭിരാമിയുടെ എല്ലാ കുരുത്തക്കേടും എനിക്ക് എന്നേക്കാളും മുമ്പ് റാൽഫി ചേട്ടൻ്റെ അടുത്താണ്. പക്ഷെ റാൽഫി ചേട്ടൻ്റെ അടുത്ത് പറയുന്നത് അവിടെ തന്നെ പക്ഷെ വേറെ കാര്യമുണ്ട്, ചേച്ചിയുടെ അടുത്ത് പറയും. റാൽഫി ചേട്ടൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഞാനത് അവിടെ പോയി വരുമ്പോൾ എങ്ങനെ പോയാലും പണി കിട്ടുന്നത് അഭിരാമിക്കാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കോളേജ് കഴിഞ്ഞ് വരുന്ന വഴി ഒപ്പിച്ചിട്ട് റാൽഫി ചേട്ടനെ വിളിച്ചു പറയും. അപ്പൊ റാൽഫി ചേട്ടൻ അറിയുന്നുണ്ട്. കൊറേന്ന് ഞാൻ അമ്മയടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇവരുടെ സുഹൃത്ത് ബന്ധത്തിന് വേണ്ടിട്ട്. പിന്നെ അവളെന്തെങ്കിലും കാണിച്ചാലും അഭിരാമിയുടെ കൂടെ കൂടിയിട്ട് അമ്മ തന്നെ അവളെ വിളിച്ചു പറയും. സാധാരണ തിരിച്ചല്ലേ പറയാ, മറ്റു കുട്ടീനെ അല്ലേ കുറ്റം പറയാ. ഇവിടെ അമ്മ പറയും, എടി മോളെ നീ അവളുടെ കൂടെ കൂടെ ഉണ്ടാന്ന് പറയും. ഇങ്ങനെ ഒരു അമ്മ പക്ഷെ ഞങ്ങൾക്ക് അറിയാം, ഈ ചെമ്മീൻ ചാടിയ ചട്ടിയോളം എന്നൊക്കെ പറയണ പോലെ ചെമ്മീൻ ചാടിയ മുട്ടോളം, ചട്ടിയില് ഒന്നിലോ അമൃതയുടെ ചെവിയിൽ എത്തും, അല്ലെങ്കിൽ അമ്മയുടെ ചെവിയിൽ എത്തും. അതിൽ കൂടുതലൊന്നും ആൾക്കില്ല ഞങ്ങൾക്കറിയാം. ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും ഒരു കോൺസെൻട്രേഷൻ വേണോ, ഫോക്കസ് വേണോ, ഫോക്കസ് ഉണ്ടോ, അതോ ഇതെല്ലാം ഒരുമിച്ച് കൈകാര്യം മൾട്ടി ടാസ്കിംഗ് ആണോ? മൾട്ടി ടാസ്കിങ്ങിൽ അങ്ങനെ തന്നെയായിരുന്നു ചെറുതിലേ മുതൽ. മൾട്ടി ടാസ്കിങ്ങും മൈ മെയിൻ. ഒരുപക്ഷെ അതായിരിക്കും കംഫർട്ടബിൾ അല്ലേ? എനിക്ക് ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ ഇപ്പൊ ഏറ്റവും റെസ്റ്റ്ലെസ് ആയിരുന്നു ഞാൻ. ഇരുന്ന് എണീറ്റൊക്കെ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ മൾട്ടി ടാസ്കിങ് തന്നെയാണ് പണ്ടേ മുതൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എനിക്കിരുന്നായിരുന്നു ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഏത് ചെയ്യുമ്പോഴും എൻ്റെ ആ ഒരു ക്രിയേറ്റീവ് സ്പേസ് ഉണ്ടെങ്കിൽ മാക്സിമം അത് നശിപ്പിച്ചെടുക്കാനുള്ള പടം വരയ്ക്കും. ഈ ക്രിയേറ്റീവായ ആൾക്കാരെ ഗുണം എന്താ അറിയാം? ചെറിയൊരു വട്ടം ഉണ്ടാവും അല്ലേ? ഉണ്ടോ? എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു ആ ഒരു ലുക്ക് കണ്ട പണി. പക്ഷെ അത് അമൃതയുടെ ഒരു സഹായം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അഭിമാനിക്കുന്നു. ആ വട്ടില് അഭിരാമി അഭിമാനിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.